ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൊട്ടാൽ ചൊറിയുന്ന കൊടിത്തൂവയുടെ ഇല പണ്ട് കാലത്തൊക്കെ ഉപ്പേരി വെച്ച് കഴിക്കുമായിരുന്നു. മുത്തശ്ശി പറഞ്ഞതാണ്. ചൊറിയുന്നത് കാരണം നമ്മൾ ഈ ഇല ഉള്ളം കൈ കൊണ്ടാണ് പറിക്കുന്നത്. പിന്നീട് വേവിച്ച ശേഷം പച്ചവെളിച്ചെണ്ണയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഇത് കഴിക്കും. അതെ, ഗ്രാമത്തിലെ കാട്ടുപൊന്തകൾ ഭക്ഷ്യവസ്തുക്കളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വിധികർത്താക്കൾ ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, കൂടാതെ ഇന്ന് അതിഥിയായി നമ്മുടെ പ്രിയതാരം ശ്രീമതി കൽപ്പനയും. ആദ്യകാലം മുതൽക്കേ മാലിന്യ നിവാരണ പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ കാക്കകളായിരുന്നു ഇതിന്റെ ചെയർമാനും കൺവീനറും കമ്മിറ്റി അംഗങ്ങളും. ഇന്ന് മാറിവരുന്ന ഈ കാലത്ത് കാക്കകൾക്ക് താങ്ങാവുന്നതിലധികം വേസ്റ്റ് നമ്മുടെ നാട്ടിൽ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. അതെ, കാക്കകൾ തന്നെയാണ് നമ്മുടെ മാലിന്യ നിവാരണ പദ്ധതികളുടെ മാതൃകയും. ഇന്ന് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തും മാലിന്യ നിവാരണ പദ്ധതികളുമായാണ് ഈ വേദിയിലേക്ക് എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം കരുനാഗപ്പള്ളിയെ ഈ വേദിയിലേക്ക്. കരുനാഗപ്പള്ളിയിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ R ചന്ദ്രശേഖരപിള്ള, വൈസ് പ്രസിഡന്റ് ശ്രീ S സുശീൽ കുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ B ദേവദാസൻ, മെമ്പർ ശ്രീമതി നജീമ, കൂടാതെ അക്കൗണ്ടന്റ് ശ്രീ സജീവ് മാമ്പറ. നമ്മുടെ പ്രേക്ഷകർക്ക് കരുനാഗപ്പള്ളിയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? കൊല്ലം ജില്ലയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നഗരസ്വഭാവമുള്ള ഒരു പഞ്ചായത്താണ് കരുനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഞാൻ നഗരസഭ എന്ന് പറഞ്ഞത് സർക്കാർ അതിനെ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. കരുനാഗപ്പള്ളി പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇതിൻ്റെ 3 ഭാഗവും ജലാശയത്തിൽ കവർ ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്താണ്. കിഴക്ക് ഭാഗത്ത് സന്യാസിവരനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജലഘോഷയാത്ര നടക്കുന്ന കന്നേറ്റിക്കായലും, തെക്ക് ഭാഗത്ത് വട്ടക്കായലും, പടിഞ്ഞാറ് ഭാഗത്ത് കൊല്ലം കോട്ടപ്പുറം ജലപാത നടക്കുന്ന TS കനാലുമാണുള്ളത്. ഈ കരുനാഗപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ കരുനാഗപ്പള്ളിക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത, കരുനാഗപ്പള്ളിയുടെ ചരിത്രരേഖകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ബഹുമാനായ CS സുബ്രഹ്മണ്യം കുറിച്ച് പറയാതിരിക്കുന്നില്ല. അദ്ദേഹം കരുനാഗപ്പള്ളിയുടെ വികസനത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് കരുനാഗപ്പള്ളിയിൽ തലയുയർത്തിയിരിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ ഭൂമി അദ്ദേഹം സംഭാവന ചെയ്തതാണ്. കരുനാഗപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷന്റെ ഭൂമിയും അദ്ദേഹം സംഭാവന ചെയ്തതാണ്. 2 ഹൈസ്കൂൾ നിർമ്മിച്ച് തന്നത് CS സുബ്രഹ്മണ്യം പറ്റിയാണ്. അതുപോലെ തന്നെ ആട്ടക്കഥയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകിയ ബഹുമാനായ പന്നിശ്ശേരി നാണുപിള്ളാശന്റെ ജന്മസ്ഥലമാണ് ഈ കരുനാഗപ്പള്ളി. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിന്റെ മൂലഗ്രന്ഥം രചിച്ച മഹാനായ കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും, മുഴങ്ങോട്ടുള്ള കൃഷ്ണപിള്ള ജന്മസ്ഥലവും കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളിയുടെ ഗ്രാമീണ ദൃശ്യങ്ങളിലേക്ക്. കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 3 കായലുകളുടെ സംഗമ സ്ഥലത്താണ്. CS കനാൽ, വട്ടക്കായൽ, അതുപോലെ തന്നെ പള്ളിക്കൽ ആറ്. ഈ 3 കായലുകളുടെ സംഗമ സ്ഥലമാണ്. എന്ത് ഭംഗിയല്ലേ! ലാലാജി സ്മാരക കേന്ദ്ര ഗ്രന്ഥശാല കരുനാഗപ്പള്ളി പഞ്ചായത്തിന്റെ ചരിത്ര പ്രാധാന്യമേറെയുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ലാലാ ലജ്പത് റായിയുടെ സ്മരണാർത്ഥമാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. 1929 ഇത് സ്ഥാപിക്കപ്പെട്ടത്.
ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഗാന്ധിജിയും നെഹ്റുവിനെയും പോലെയുള്ള ഒട്ടേറെ പ്രമുഖർ ഇവിടെ പണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാം. കണ്ടില്ലേ, ഒത്തിരി പ്രാധാന്യമുള്ള ബുക്കുകൾ തന്നെ ഇവിടെയുണ്ട്. 22,000-ഓളം പുസ്തകങ്ങൾ ഈ ഗ്രന്ഥശാലയിലുണ്ട്. കരുനാഗപ്പള്ളി പഞ്ചായത്തിലെ ആദ്യത്തെ പ്രൈമറി സ്കൂളിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ച ഈ വിദ്യാലയത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിനെ പറ്റി അറിയാത്തതായിട്ട് ആരും തന്നെ കാണില്ല, അല്ലെ? അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വിദ്യാലയമാണിത്. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളി പഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ ഈ സ്കൂളും എടുത്തു പറയേണ്ടതാണ്. ഇനി നമുക്ക് കാണാം പഞ്ചായത്തിന്റെ കൂടുതൽ സവിശേഷതകൾ. കരുനാഗപ്പള്ളിയുടെ പ്രധാന വികസന മാതൃകകൾ എന്തൊക്കെയാ? ഏറ്റവും പ്രധാനമായിട്ട് എടുത്തത് ഇന്ന് ഏറ്റവും ഒരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിട്ടുള്ള മാലിന്യ പ്രശ്നമാണ്. എല്ലാ രംഗത്തും കരുനാഗപ്പള്ളി പഞ്ചായത്തിൻ്റെ വികസന രംഗത്ത് അതിൻ്റെ ആയിട്ടുള്ള ടച്ച് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഒരു സാമൂഹിക പ്രശ്നമായി തീർന്നുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നാണ് കരുനാഗപ്പള്ളി പഞ്ചായത്ത് ആഗ്രഹിച്ചത്. അതിൻ്റെ നടപടിയായിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയത്. കരുനാഗപ്പള്ളിയുടെ വികസന കാഴ്ചകളിലേക്ക്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്കാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കരുനാഗപ്പള്ളി പഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാലിന്യ പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ അതെങ്ങനെ സംസ്കരിക്കണം എന്നുള്ള കാര്യത്തിലാണ് ഇവർ കൂടുതൽ ഊന്നൽ നൽകുന്നത്. നമുക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ചറിയാം കോർഡിനേറ്ററായ സജീവ് സാറിൻ്റെ അടുത്ത് നിന്ന്. സാർ, എന്തൊക്കെയാണ് നിങ്ങൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത്? നമ്മളിത് കണ്ടാൽ തന്നെ അറിയാം, കരുനാഗപ്പള്ളി ഒരു നഗരവൽക്കരിക്കപ്പെട്ട പഞ്ചായത്താണ്. മാർക്കറ്റുകൾ, അതോടൊപ്പം തന്നെ പൊതു സ്ഥലങ്ങൾ, ഷോപ്സ്, ഇവിടെ നിന്നുള്ള ദൈനംദിനം 10 ടണ്ണിലധികം മാലിന്യമാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. ഇവിടെ താൽക്കാലിക സംവിധാനം എന്നുള്ള നിലയിൽ ഇവിടെ ഈ മാലിന്യം കളക്ട് ചെയ്തുകൊണ്ടൊന്ന് ഇവിടെ നിക്ഷേപിക്കുകയും അത് കത്തിച്ചു കളയുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രീതി വേണം എന്ന് ടോട്ടൽ സാനിറ്റേഷൻ്റെ ഒക്കെ ആലോചനയുടെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിലെ മാലിന്യങ്ങൾ വളമാക്കി മാറ്റിയ ഒരു മാതൃകാ കർഷകനെ നമുക്ക് പരിചയപ്പെടാം. അബ്ദുറഹ്മാൻ ചേട്ടൻ. ചേട്ടാ, ഇങ്ങനെ ഒരു ആശയം ചേട്ടന് ഉണ്ടാകാനുള്ള പ്രചോദനം എന്താ? കരുനാഗപ്പള്ളി പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെയും കൂടെ ഉള്ള ഒരു സംയുക്ത സംരംഭമാണിത്. ഇത് ഇപ്പോൾ ഒരു 3 വർഷക്കാലമായി തുടരുന്നുണ്ട്. ഇത് ഉണ്ടായതുകൊണ്ട് വീട്ടിലെ മാലിന്യങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. അതായത് വളമായിട്ട് എനിക്ക് വാഴയ്ക്കും മറ്റ് ചേന, ചേമ്പ്, പച്ചക്കറി ഇതിനെല്ലാം എനിക്ക് വളം മേടിക്കേണ്ട, പുറത്തുനിന്ന് മേടിക്കാതെ തന്നെ ഇത് സുലഭമായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. ചേട്ടാ, ചകിരിച്ചോറ് ഇതുപോലെ വളമാക്കിയിട്ടുണ്ട്, അല്ലേ? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതിനകത്ത് മണ്ണിരയില്ല. നമ്മളല്ലാതെ വിത്ത് പ്ലസ് യൂറിയ, വെള്ളം ആഡ് ചെയ്യാൻ കുറേ ചേർക്കേണ്ടി വരും, അല്ലേ? കുറേശ്ശെ ഓരോ ലെയറായിട്ട് ഇട്ടുകൊണ്ട് നമ്മളത് വെള്ളം ഒഴിച്ച് 30 ദിവസം കണ്ടിന്യൂസ് വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞ് ഒരു 60 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് വളമായിട്ട് കിട്ടും. ഇതെങ്ങനെ മറ്റ് കൃഷിക്ക് എല്ലാത്തിനും തെങ്ങിട്ടേക്കാണല്ലോ. തെങ്ങ് വേറെ ഗുണമുണ്ട്, ഇത് ചൂടടിക്കത്തില്ല തെങ്ങിൻ്റെ വീട്ടിൽ. ഇത് ചകിരിച്ചോറെന്ന് പറയുമ്പം ഒരു ലെയർ വരെ ചൂട് പിടിച്ച് നിർത്തും, താഴോട്ട് നനവ് നിൽക്കും. എപ്പോഴും ഇപ്പോൾ അടിവശം നനവായിരിക്കും. ഇതിപ്പോൾ വേണ്ട വളമായി കിടക്കുകയാണ്. നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന മാലിന്യങ്ങളെ വളരെ നല്ലൊരു രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ് ഈ ചേട്ടൻ. നമുക്ക് ഈ ചേട്ടൻ ഇത് കണ്ട് തന്നെ പഠിക്കണം. സ്കൂളിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തെ പറ്റി PTA പ്രസിഡന്റ് സോമരാജൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. ഇവിടുത്തെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഏതാണ്ട് 1 വർഷമായി ഉദ്ഘാടനം ചെയ്തിട്ട്. കരുനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സഹകരിച്ച് IOC ആണ് ഈ പ്ലാന്റ് നമുക്ക് നിർമ്മിച്ച് നൽകിയത്. അതിനുശേഷം PTAയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ നൂൺ ഫീഡിങ്ങിൻ്റെ വേസ്റ്റുകൾ ദിവസവും ഇതിനകത്ത് ഇടുന്നുണ്ട്. ഈ പഞ്ചായത്തിനെ പറ്റി കൂടുതലായിട്ട് പറയാൻ പറ്റിയ ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീകുമാർ സാർ. കരുനാഗപ്പള്ളി
സ്കൂളിലെ അധ്യാപകനായിട്ട് 12 വർഷമായി ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ക്ലബ്ബുകൾ, സ്കൂളിലെ സയൻസ് ക്ലബ്ബുകൾ, പരിസ്ഥിതി ക്ലബ്ബുകൾ